ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് മുതൽ നമ്മുടെ ചാനലിൽ ചെടികളെക്കുറിച്ചൊരു സീരീസ് തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെടീനെ പരിചയപ്പെടുത്താനായിട്ട് എടുത്തിരിക്കുന്നത് ഈ കാണുന്ന ചെടിയാണ്. എൻ്റെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ കാണുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ പേര് ഡംബ് ഗെയിൻ അല്ലെങ്കിൽ ഡിഫൻബാക്കിയ എന്നാണ് കേട്ടോ. ഇത് കുറേ അധികം പേര് ഒത്തിരിയേറെ കണ്ടിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല വളരെയധികം നല്ല ഷൈനിങ് ആണ്, നല്ല തിളക്കമുള്ള നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഇലകൾ. ഇതിപ്പോൾ കുറച്ച് വെയിൽ ഒക്കെ അടിച്ചും കുറച്ച് പൊടിയൊക്കെ പിടിച്ച ആ ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരിതായതുകൊണ്ടാണ് അത്രയൊരു ഫീൽ ചെയ്യാത്തത്. നമ്മൾ നല്ല നനവൊക്കെ കൊടുത്ത് നല്ല സെറ്റാക്കി എടുക്കുവാണെങ്കിൽ സൂപ്പർ നല്ല രസമാണ് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണാനായിട്ട്. ഈ പറഞ്ഞ പോലെ നല്ല തിളക്കമൊക്കെ ഉള്ളതാണ്. ഇതൊരു പച്ച ഇലകളിൽ വെള്ളയോ ക്രീമോ നിറത്തിലൊക്കെയുള്ളൊരു പുള്ളികളും വരകളും ഒക്കെ കാണുന്ന ഒരുതരം ഡിസൈനാണ് അതിന് വരുന്നത്. നല്ല ഭംഗിയുള്ളതാണ്. വീടുകളിൽ പൂന്തോട്ടങ്ങളിലൊക്കെ അലങ്കാര ചെടിയൊക്കെ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് വളർത്താൻ പറ്റിയതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇത്രയും നല്ല ഭംഗിയാണെങ്കിൽ നമ്മളിങ്ങനെ കണ്ടൊക്കെ ആസ്വദിക്കുമെങ്കിൽ ഇതൊരു വിഷച്ചെടി എന്നൊരു ഗണത്തിലും കൂടെ പെടും കേട്ടോ. ഇതിൻ്റെ ഇലകളിലും തണ്ടിലുമൊക്കെ കാൽസ്യം ഓക്സലേറ്റ് എന്നൊരു പദാർത്ഥം അടങ്ങിയിട്ടുണ്ട്. എങ്കിൽ കൂടി അതൊരു വിഷച്ചെടി കൂടിയാണ്. കുട്ടികൾ വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി ശ്രദ്ധിക്കണം. കുട്ടികൾ കളിക്കുന്ന നേരത്തൊക്കെ ഇതിൻ്റെ ഇലകളൊക്കെ എടുത്ത് ഒടിക്കുകയോ അതുപോലെ ഇതിൽ ആ ഒരു നീരൊക്കെ ആണെങ്കിൽ വയറ്റിലൊക്കെ പോവുകയാണെങ്കിൽ തൊണ്ടയിൽ എല്ലാ കടുത്ത നീറ്റൽ വീക്കവും ഉണ്ടാകാനൊക്കെ ഒത്തിരി സാധ്യതകളുണ്ട്. അതുപോലെ കുട്ടികളൊക്കെ ഉള്ളവരോ മൃഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇച്ചിരി ദൂരത്തോ ഒക്കെ ആണെങ്കിൽ ഒന്ന് മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ വളർത്തുന്നവർ. അതുപോലെ തന്നെ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നടീൽ രീതികൾ പ്രത്യേക ഒരു തരം പോട്ടിൽ ചെടിച്ചട്ടികളിലൊക്കെ ആയിട്ട് നടുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം അതിൻ്റെ വേരിൽ നിന്ന് ആണ് ഇതിൻ്റെ തൈകളുണ്ടാകുന്നത്. നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഇതിനൊരു നമ്മൾ പ്രത്യേക ഒരു ഇതായിട്ട് പറയാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ശത്രുക്കളുണ്ടെങ്കിൽ ഇത് കൂട്ട് കുറച്ച് അവിടെ കൊണ്ട് നട്ട് വെച്ചാൽ മതി. എങ്ങാനും വെട്ടുവാണെങ്കിൽ ചൊറിയുകയും ചെയ്യും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെ നടുന്നോ, നമ്മൾ തറയിലൊക്കെയാണ് നടുന്നതെങ്കിൽ ആ ഒരു പ്രദേശം ഫുള്ളും ഇതിങ്ങനെ ഉണ്ടായി വരും. അങ്ങനെ ശത്രുക്കളുണ്ടെങ്കിൽ അവിടെ കൊണ്ട് ഇട്ടാൽ മതി എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ചെടി മുറിക്കുമ്പോഴൊക്കെ ഞാനീ പറഞ്ഞ പോലെ നടുമ്പോഴോ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ട് നമ്മളിത് ശരിയാക്കുമായിരിക്കും. ഇതിൻ്റെ നല്ല ചർമ്മത്തിൽ നമ്മളെ തൊലിയിലുമൊക്കെ അതിൻ്റെ നീര് വീണ് കഴിഞ്ഞാൽ ഒത്തിരി അധിക പ്രശ്നങ്ങളുണ്ടാക്കും. അതുപോലെ ചിലർ ഞങ്ങളുടെ ഇതിൽ ഒരു റോഡ് സൈഡാണ് വീട് വരുന്നത്. അപ്പം ചിലരിത് വന്ന് ഇങ്ങനെ യാത്രക്കാരൊക്കെ വന്നിട്ട് കണ്ടേ ഇതല്ലേ അത് എന്നൊക്കെ പറഞ്ഞിട്ട് പറിച്ചുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ എല്ലാ ചെടികളാണെങ്കിലും കാണുമ്പോൾ നല്ല രസമൊക്കെ ആയിരിക്കും. അപ്പോൾ പറിച്ചുകൊണ്ട് പോകുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രീതികളെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് ഈ ഒരു ചെടീനെക്കുറിച്ചൊക്കെ അറിയാമെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം.